Government, or private? Government. Everyone are from the government? Okay. Water bottles are not allowed? Not allowed. Okay. Thank you. 5 liter, 10 liter, 20 liter. Hello guys. Hello guys. Welcome to our channel. ഇന്നത്തെ നമ്മുടെ യാത്ര തിരുവിതാംകൂറിൻ്റെ ഹൃദയഭാഗത്ത് നിന്നും 10 മലകളുടെ ഇടയിലൂടെ ശബരിമലയും എരുമേലിയുടെയും ദൈവികത തൊട്ട് കമ്പം തേനി വഴി കൊടൈക്കനാലിലേക്കാണ് നമ്മൾ പോകുന്നത്. ഗൈസ്, നമ്മൾ ഈ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നത് ഒരു ന്യൂ ഇയർ ടൈം ആയതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മൾ പോകുന്ന കൊടൈക്കനാലും അതുപോലെ തന്നെ മിക്ക ടൂറിസ്റ്റ് പ്ലേസ്, ഈവൻ മൂന്നാറാണെങ്കിൽ പോലും മിക്ക റിസോർട്ട്സും ബുക്ക്ഡ് ആയിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് സ്റ്റെർലിംഗ് ലേക്ക് വ്യൂ റിസോർട്ടാണ്. അപ്പോൾ ഇവിടെ ഓൾമോസ്റ്റ് 120 റൂംസ് ഉണ്ട്, അതെല്ലാം ബുക്ക്ഡ് ആണ് ആക്ച്വലി. നമ്മുടെ കൂടെ ഇന്നൊരു ഫ്രണ്ട് കൂടെ ഉണ്ട്, പുള്ളിയുടെ പേര് അലി എന്നാണ്. ഹായ് അലി, ഹായ് പറഞ്ഞേ. ഓക്കെ, എന്താണ് എയിമി ആരാണ് ഇവിടെ ചെയ്യുന്നത്? കാഴ്ചകളൊക്കെ കാണാനല്ലേ? നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടൊരു 2 hours ആവും, പിന്നെ ഒരു 5 hours കാണിക്കുന്നുണ്ട്. മേ ബി രാവിലെ ഇച്ചിരി നേരത്തെ ഇറങ്ങിയിട്ടുണ്ടാകുന്ന തോന്നുന്നു. 7 hours ആണ് ടോട്ടൽ ജേർണി കാണിച്ചത്. മേ ബി വിൽ റീച്ച് ദെയർ ബൈ ദി ചെക്ക് ഇൻ ടൈം ഹോപ്പ്ഫുള്ളി. വളഞ്ഞെങ്ങാനം ഫോൾസ് കാണാൻ എന്ത് ഭംഗിയല്ലേ ഗൈസ്. ഇതാണ് ഓപ്പൺ കിച്ചൺ. കുട്ടിക്കാനത്ത് തന്നെയുള്ള ഒരു ഹോട്ടലാണ്. ഇവിടെ നല്ല പേസ്ട്രീസും അതുപോലെ തന്നെ മനോഫി പൈ, ഇവിടുത്തെ മനോഫി പൈ നല്ല കിടിലം ടേസ്റ്റാണ്. അതുപോലെ തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ എല്ലാം അത്യാവശ്യം നല്ല ടേസ്റ്റി ഫുഡാണ് ഇവിടെ. നമുക്ക് കയറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ബൊഗൻ വില്ലയിൽ ഈ ഓപ്പൺ കിച്ചനെ പറ്റി കമൻറ്റ് ചെയ്യുന്നുണ്ട്, ഒരു സീനിലെങ്ങാണ്ട് പറയുന്നുണ്ടായിരുന്നു. നമ്മൾ ഇതിന് മുന്നേയും ഈ ഒരു സ്ഥലത്ത് വന്നിട്ടുണ്ട്. നമ്മൾ അന്ന് ഓപ്പൺ കിച്ചണിൽ ഫുഡ് കഴിക്കാനായിട്ട് വന്ന സമയത്ത് ഭയങ്കര കോടമഞ്ഞായിരുന്നു. നമുക്കതൊരു ഭയങ്കര നല്ലൊരു ആംബിയൻസ് ഇരുന്നിട്ടാണ് അന്ന് നമ്മൾ ഫുഡ് കഴിച്ച. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? അവിടെ നിന്ന് പൊതിച്ചോറൊക്കെ മേടിച്ചു നമ്മൾ എനിക്ക് തോന്നുന്നു വാഗമൺ പോയിട്ട് തിരിച്ചു വരുന്ന വഴി ലഞ്ച് കഴിക്കാനായിട്ട് കയറിയതാണ്. അത് കറക്റ്റാ. എല്ലാവരും ഈ പറഞ്ഞ പോലെ ടൂറ് പോകുമ്പോഴാണല്ലോ നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട ഫുഡും അതുപോലെ തന്നെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്നത് അല്ലേ. ഇതിപ്പോൾ നമ്മളിപ്പോൾ കുട്ടിക്കാനം ടൗണിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഒന്ന് പെട്രോളൊക്കെ അടിച്ചിട്ട് ഇവിടെ ഒരു പെട്രോൾ പമ്പ് കണ്ടായിരുന്നു. നേരെ മാരിയൻ കോളേജ് കുട്ടിക്കാനം, അതിന് ഓപ്പോസിറ്റാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെ അത്യാവശ്യം സണ്ണി ആണെങ്കിലും നല്ല തണുപ്പുണ്ട്. നല്ല ക്ലൈമറ്റ് ഒക്കെ നല്ല അടിപൊളി ക്ലൈമറ്റാണ്. തേക്കടി ഒക്കെ എനിക്ക് തോന്നുന്നു നല്ല രസമായിരിക്കും. ഇപ്പോൾ ഇതാ നമ്മളിന്ന് ഇപ്പോൾ ട്രാവൽ ചെയ്യുന്ന വെഹിക്കിൾ. ഇത് ഇന്നോവയുടെ ഹൈ ക്രോസ് ആണ്, പെട്രോൾ വേരിയൻ്റ് ആണ്. ഇറ്റ് വാസ് റിയലി കംഫർട്ടബിൾ. നമ്മൾ ഇതുവരെ ഇപ്പോൾ ട്രാവൽ ചെയ്തിട്ട് ഒരു ക്ഷീണമൊന്നും നമുക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. AV തോമസ് ഗ്രൂപ്പ് കമ്പനീസ്, നമ്മുടെ AVT ടീ പ്ലാന്റേഷനിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. കൊടൈക്കനാൽ പോകുന്ന വഴിക്ക് നമ്മളിങ്ങനെ ടീ പ്ലാന്റേഷൻ കണ്ടു. അപ്പോൾ ഇറങ്ങി ഒരു 1-2 വീഡിയോസ് എടുക്കാമെന്ന് വിചാരിച്ചു.
കേരളത്തിൽ ആക്ച്വലി ഒരുപാട് ഭംഗിയുള്ള സ്ഥലമുണ്ട്. നമ്മൾ നല്ല രീതിക്ക് യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ടൂറിസം ഒക്കെ അടിപൊളിയായിട്ട് വരുന്ന ഒരുപാട് ഫെസിലിറ്റീസ് ഉള്ള സ്ഥലമാണ്. അത് ആക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാം. അപ്പൊ ഗൈസ് ഈ എക്സ്പീരിയൻസ് നല്ലതായിരുന്നു. എടി ആന വരുന്നെന്ന്, ആന വരുന്ന ചിക്കോ. അതെ ആരെ പേടിക്കണ്ട, ഓടിക്കോ. ഇതിനു മുന്നേ ഇങ്ങനെ ടീ പ്ലാന്റേഷനിൽ ഇറങ്ങി ഇങ്ങനെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ ഇന്ന് അത് സാധിച്ചു. ഐ ആം ഹാപ്പി ഫോർ ദാറ്റ്. അതൊരു വലിയ കാര്യമല്ല, ബട്ട് സ്റ്റിൽ പറ്റിയതിൻ്റെ ഒരു സന്തോഷം. മലനിരകൾ ഇറങ്ങി നിരപ്പായ സ്ഥലത്തേക്ക് കമ്പം തേനി റോഡ് കയറിയിരിക്കുകയാണ്. പെട്ടെന്നൊരു ടെറൈൻ ചേഞ്ച്. അപ്പോൾ ഇതിനിടയ്ക്കൊരു സംഭവം ഉണ്ടായി. അതായത് നമ്മൾ തമിഴ്നാട് കയറിയതിന് ശേഷം ഇനി റെജീന തമിഴ് മാത്രമേ സംസാരിക്കുള്ളൂ. தமிழ் மட்டும்தான் பேசும். ஆனால் எனக்கு தமிழ் பேச முடியாது. தமிழ் எனக்கு தெரியாது. நம்ம சப்ஸ்கிரைபுக்கு ஹாய் கொடு. ഇവിടെ കണ്ടോ, കാണാൻ എന്ത് രസമാണ് നോക്കി. അലി ഡ്രൈവ് ചെയ്ത് ബോറടിച്ചോ? ഗൈസ്, നമ്മൾ ഈ കാണുന്ന ജെനസ് ഗ്രേപ്പ് ഫാമിലാണ് ലാസ്റ്റ് ഒരു 1.5 years ബാക്ക് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ നമ്മുടെ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. പറ്റുമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണുക. ഇവിടെയാണ് ഇതിൻ്റെ എൻട്രൻസ്. ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇതുവഴി കയറണം. ഇതാണ് അതിൻ്റെ എൻട്രൻസ്. ഇതെൻ്റെ പാർക്കിംഗ് സ്ലോട്ടാണ്. ഇതിന്റെ അടുത്ത് എവിടെ ഒരു ഫാം ഉണ്ട്. ഡിഫറെന്റ് ഓന്തിനെയൊക്കെ കൈ വെച്ച് ഫോട്ടോ എടുക്കാം, പാമ്പിനെ കൈ വെച്ച് ഫോട്ടോ എടുക്കാം. അങ്ങനെ ഒരു ഫാം ഉണ്ട് ഈ ഏരിയയിൽ എവിടെയോ. അതുപോലെ ഞാനൊരു കാര്യം ഇങ്ങനെ ശ്രദ്ധിച്ചായിരുന്നു. നമ്മളിങ്ങനെ മല ഇറങ്ങി വന്നപ്പോൾ നമ്മുടെ കയ്യിൽ ഉപയോഗിച്ചിരുന്ന വാട്ടർ ബോട്ടിൽസ് അത് ചെറുതായിട്ടൊന്ന് ചുരുങ്ങിയായിരുന്നു. ചെറുതായിട്ടല്ല, അത്യാവശ്യം നന്നായിട്ട് ചുരുങ്ങി. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, അതെന്താ ഇതിനകത്ത് കാർബണേറ്റഡ് ഡ്രിങ്ക് അല്ലല്ലോ, ഇത് നോർമൽ മിനറൽ വാട്ടർ അല്ലേ, പിന്നെ ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത്. അപ്പോൾ ആക്ച്വലി നമ്മുടെ കയറ്റം കൂടുന്തോറും, ഓൾട്ടിറ്റ്യൂഡ് കൂടുന്തോറും എയർ പ്രഷർ ആക്ച്വലി കുറയും. അപ്പോൾ അത് മാത്രമല്ല, ഇപ്പോൾ കയറ്റം ഇറങ്ങി താഴേക്ക് വരുമ്പോൾ വീണ്ടും എയർ പ്രഷർ കൂടുകയാണ്. അപ്പോൾ ലോ ഓൾട്ടിറ്റ്യൂഡിലേക്ക് വരുമ്പോൾ എയർ പ്രഷർ കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ വാട്ടർ ബോട്ടിനകത്തുള്ള എയർ പ്രഷറും പുറത്തുള്ള എയർ പ്രഷറുമായിട്ട് ഈക്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അകത്തുള്ള എയർ പുറത്തേക്ക് തള്ളുന്നത്. അങ്ങനെയാണ് ബോട്ടിൽ ചുരുങ്ങുന്നത്. അപ്പോൾ ഈ ബോട്ടിലിൻ്റെ കാര്യം പറഞ്ഞു വന്നപ്പോൾ നമ്മളിപ്പോൾ ഈ പോകുന്ന കൊടൈക്കനാൽ അവിടെ പ്രത്യേകിച്ചും ഒരു നോ പ്ലാസ്റ്റിക് ഏരിയയാണ്. അപ്പോൾ അവിടെ നമ്മളിങ്ങനെ വെള്ളം കൊണ്ടുപോകുമ്പോൾ അവർ കഴിവതും 5 liter ബോട്ടിൽസ് കരുതാൻ നോക്കുക. അതാണ് അവരും അവിടെ പ്രിഫർ ചെയ്യുന്നത്. സോ ദാറ്റ് നമ്മളിങ്ങനെ ഇപ്പോൾ 1 liter അല്ലെങ്കിൽ 500 ml ഒക്കെ കൊണ്ടുപോകുന്നെങ്കിൽ നമ്മൾ ഉപയോഗിച്ചത് യൂസ് ആൻഡ് ത്രോ ആണല്ലോ. അപ്പോൾ അങ്ങനെ കൂടുതൽ പ്ലാസ്റ്റിക്സ് അവിടെ കുമിഞ്ഞു കൂടാതിരിക്കാനാണ് അവരങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ പോകുമ്പോൾ 5 liter ബോട്ടിൽസ് കൊണ്ടുപോകാൻ ശ്രമിക്കുക. നമ്മൾ കേരള ബോർഡർ കഴിഞ്ഞിട്ട് തമിഴ്നാട് കയറിയപ്പോൾ തന്നെ ടെറൈനിൽ തന്നെ ഒരു ഭയങ്കര ഒരു ഡിഫറൻസാണ് ഫീൽ ചെയ്ത്. പിന്നെ ഒരുപാട് കൃഷി കാണാനായിട്ട് പറ്റി. നെല്ലിൻ്റെ കണ്ടു, വാഴ കണ്ടു. നമ്മൾ വാഴ ഒരുപാട് കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ മാമ്പഴത്തിൻ്റെ തോട്ടം, മാങ്ങയുടെ തോട്ടം ഇഷ്ടം പോലെ തോട്ടം ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ മുന്തിരി ഇഷ്ടം പോലെ കുറേ സ്ഥലത്ത് തന്നെ ഇങ്ങനെ മുന്തിരിയുടെ ഫാമായിട്ടും. പിന്നെ അമ്പലം, നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലത്തെ ഗോപുരമൊക്കെയുള്ള ഒരുപാട് അമ്പലമുണ്ട് നമ്മൾ ഈ വരുന്ന വഴിക്ക്. നമ്മളങ്ങനെ തേനി എത്തുന്നതിന് തൊട്ട് മുന്നേ റൂട്ട് 16 എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റ് ആൻഡ് കഫേ അവിടെ കണ്ടു. വരുന്ന വഴിക്ക് വേറെ നല്ല ഹോട്ടൽസ് ഒന്നും കണ്ടില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇവിടെ കയറി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇത്രയും ഫുഡ്സാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്.
ഫുൾ മീൽസ് അവൈലബിൾ ആണ്. പിന്നെ ബിരിയാണി ഒന്നും നോക്കിയിട്ട് കാണുന്നില്ല. ചിക്കൻ ബിരിയാണി അവൈലബിൾ അല്ലാന്ന് തോന്നുന്നു. മേ ബി വിൽ ട്രൈ ദ മീൽസ്. നമ്മളിവിടെ ഫുഡ് ഓർഡർ ചെയ്യാനായിട്ട് പോവാണ്. പക്ഷേ ഇതുവരെയായിട്ട് ആരും ഇവിടെ വന്നിട്ടില്ല. എനിക്ക് തോന്നുന്നു ഇവിടെ കുറേ പേര് 1 മണിക്കൂറായിട്ട് വെയിറ്റ് ചെയ്യുകയാണ് ഫുഡിന് വേണ്ടി. എത്ര നേരം എടുക്കുമെന്ന് അറിയില്ല. നോക്കാം. എയ്മി, ഫുഡ് കിട്ടാണ്ട് ക്ഷീണിച്ചിരിക്കുകയാണോ? ആരാൻ ഇപ്പം കൊണ്ടുവരാം കേട്ടോ. ഗൈസ്, അപ്പോൾ നമ്മുടെ ഫുഡ് വന്നിരിക്കുകയാണ്. അത്യാവശ്യം തെറ്റില്ലാത്ത രീതിയിൽ തന്നെയാണ് അവർ പ്രസൻറ്റ് ചെയ്തേക്കുന്നത്. കഴിച്ചോ. വെജ് മീൽസാണ് നമ്മൾ ഓർഡർ ചെയ്തത്. ഗൈസ്, അപ്പോൾ റൂട്ട് 16 നിന്ന് നമ്മൾ ഫുഡ് കഴിച്ചു. തിരിച്ചിവിടെ നിന്ന് നേരെ നമ്മൾ കൊടൈക്കനാലിലേക്ക് പോവാണ്. ഗൈസ്, എനർജി കിട്ടിയോ നിങ്ങക്ക്? തമിഴ്നാട് ബസ്സിൽ ഇതുപോലെ എവിടെ പോയപ്പോഴത്തേക്കും AC ബസ് എന്ന് പറഞ്ഞിട്ടൊക്കെ കയറി. പേര് മാത്രമേ ഉള്ളായിരുന്നില്ല AC. അപ്പോൾ ഗൈസ്, ആക്ച്വലി നമ്മൾ കയറിയ റെസ്റ്റോറൻറ്റിൻ്റെ കുഴപ്പമാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഫുഡ് ഇഷ്ടപ്പെട്ടിട്ടില്ല. മേ ബി നമ്മുടെ ഫുഡിൻ്റെ ടേസ്റ്റും ഇവിടെ അവർ അവൈലബിൾ ആയിരുന്നതും മേ ബി ഇറ്റ് വാസ് നോട്ട് ദാറ്റ് എക്സ്പെക്റ്റഡ്. അതുകൊണ്ടായിരിക്കാം. പക്ഷേ പൊതുവേ അവിടെ ആൾക്കാർ വന്ന് ഫുഡിന് വേണ്ടി ഒത്തിരി നേരം വെയിറ്റ് ചെയ്തു. ഒരു ഹാഫ് ആൻ അവർ ടു 1 hour വെയിറ്റ് ചെയ്തു. എന്നിട്ട് ആ കിട്ടിയ ഫുഡ് പോലും അവർ കഴിക്കാതെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ജസ്റ്റ് അവരോട് ചോദിക്കുമായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് ഒന്ന് ഇപ്പോൾ വെക്കേഷൻ ടൈം ആയതുകൊണ്ടും അതുപോലെ തന്നെ ഇതൊരു നോൺ വെജ് അതുപോലെ തന്നെ വെജ് രണ്ടും കിട്ടുന്ന ഒരു റെസ്റ്റോറൻ്റ് ആയിരുന്നു. അപ്പോൾ പ്രത്യേകിച്ചും ഈ അയ്യപ്പന്മാർ നോൺ വെജ് റെസ്റ്റോറൻറ്റ്സ് അങ്ങനെ പ്രിഫർ ചെയ്യാറില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നാൾ അവർ ക്ലോസ്ഡ് ആയിരുന്നു. പിന്നെ ഇപ്പോൾ ഓപ്പൺ ചെയ്തത് വിത്ത് ലിമിറ്റഡ് സ്റ്റാഫാണ്. അപ്പം അവരുടെ സ്റ്റാഫിൻ്റെ അൺഅവൈലബിലിറ്റി കാരണമാണ് ഈ ഒരു പ്രോബ്ലം എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ നിങ്ങളുടെ ഒരു അഡ്വൈസായിട്ട് മേ ബി അഡ്വൈസായിട്ടുള്ള നിങ്ങളെല്ലാവരും ഫോളോ ചെയ്യുന്നതായിരിക്കാം. അപ്പം ഞങ്ങൾ ഫോളോ ചെയ്തില്ല. ഞങ്ങൾക്ക് പറ്റിയൊരു മിസ്റ്റേക്ക്. നമ്മൾ പോകുന്ന വഴിക്ക് ഉള്ള ഒരു നല്ല റെസ്റ്റോറൻറ്റ്സ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ എവിടെയൊക്കെ നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നുണ്ടോ അവിടെ ഏതൊക്കെ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് എന്നുള്ളത് നേരത്തെ പ്ലാൻ ചെയ്തിട്ട് പോയാൽ ഇറ്റ് വുഡ് ബി ബെറ്റർ എന്ന് തോന്നുന്നു. സെങ്കുലത്തുപട്ടി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത്. ഗൈസ്, ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ പ്ലാസ്റ്റിക് ഫ്രീ ഏരിയ ആണ്. അതായത് അവർ അലൗ ചെയ്യുന്നത് 5 ലിറ്റേഴ്സിൻ്റെ ബോട്ടിലാണെന്നുള്ളത്. അപ്പോൾ ഞങ്ങളിവിടെ കുഞ്ഞു പിള്ളേരുമായിട്ടാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ആക്ച്വലി ഒരു കേസ് വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഈ പോകുന്ന വഴിയാണ് അറിയുന്നത്. ലൈക്ക് ആഫ്റ്റർ വി സ്റ്റാർട്ട് ദ ജേർണി വി അണ്ടർസ്റ്റുഡ് ലൈക്ക് ഇവിടെ ഇങ്ങനെയാണ് പ്ലാസ്റ്റിക് ഫ്രീ ഏരിയ ആണ്. അതുപോലെ തന്നെ 5 ലിറ്റർ ബോട്ടിൽ മാത്രമേ പാടുള്ളൂ എന്നുള്ളത് നമ്മൾ പോയി ജേർണി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ അറിയുന്നത്. അപ്പോൾ ഈ വരുന്ന വഴിക്ക് അതായത് ഞങ്ങളുടെ ഒരു ഐഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെക്ക് പോസ്റ്റിന് മുന്നേ എവിടെയാണോ നമ്മൾ അതിന് മുന്നേ തന്നെ നമ്മൾ വാങ്ങിയ കേസെല്ലാം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതായിരുന്നു. പക്ഷേ ചെക്ക് പോസ്റ്റ് എത്തുന്നതിലും ഒത്തിരി 10 കിലോമീറ്റേഴ്സ് മുന്നേ തന്നെ എല്ലാ വണ്ടികളും ചെക്ക് ചെയ്യുകയാണ്. എല്ലാ വണ്ടികളും ചെക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് ഈ പറഞ്ഞ പോലെ വെള്ളം ഉണ്ടെങ്കിൽ 1 ലിറ്റർ ബോട്ടിലുണ്ടെങ്കിൽ അവരത് എടുക്കുകയാണ്. അപ്പം യൂസ് ചെയ്ത ബോട്ടിലാണെങ്കിൽ അവരത് കളയും. അതല്ല യൂസ് ചെയ്യാത്ത ബോട്ടിലാണെങ്കിൽ അവരത് മാറ്റി വയ്ക്കുക ചെയ്യുന്നത്. അപ്പോൾ വി ആർ റെഡി ടു ഗിവ് ഇറ്റ് ടു ദം. വരുന്ന വഴിക്ക് ഒരു ബോർഡ് പോലും കണ്ടില്ല ഇങ്ങനെ ഒരു ചെക്കിങ് ഇവിടെ ഉണ്ടാവും. അങ്ങനെ കണ്ടിരുന്നെങ്കിൽ ഒത്തിരി തമിഴിൽ എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് തമിഴ് വായിക്കാൻ അറിയില്ല, തമിഴ് ലാംഗ്വേജ് നമുക്ക് അറിയില്ല. അപ്പോൾ എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ അങ്ങനെ പാസ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ വി വുഡ് ഹാവ് ഡെഫിനറ്റ്ലി യൂട്ടിലൈസ് ദോസ് ബോട്ടിൽസ് ഇൻ സം വേ. അപ്പോൾ ഈ ലാസ്റ്റ് മൊമെൻ്റ് ആയതുകൊണ്ട് വി കുഡന്റ് യൂട്ടിലൈസ്. വി വർ ആക്ച്വലി ഹാൻഡിങ് ഓവർ ദ കേസ് ടു ദം. കേസ് ഇവിടെ കണ്ടില്ലേ, ഇതിനെപ്പറ്റി ഞാൻ പറഞ്ഞു. ഇവിടെ എല്ലാ വണ്ടികളും അവർ ചെക്ക് ചെയ്യാണ്. വാട്ടർ ബോട്ടിൽസ് ഉണ്ട്. അത് മാത്രമല്ല അവിടെ കണ്ടോ ഈ കിട്ടിയ വാട്ടർ ബോട്ടിൽസ് എല്ലാം അവിടെ കളക്ട് ചെയ്ത് വെച്ചേക്കുക.
എന്നിട്ട് ഈ കിട്ടുന്ന ഈ വാട്ടർ ബോട്ടിൽസ് എല്ലാം എന്താണ്? ഒരു മിനിറ്റ് മാഡം മാഡം ആർ യു ഫ്രം കേരള തമിഴ്നാട് ഗവൺമെന്റ്? ഗവൺമെന്റാ? അപ്പോൾ പ്രൈവറ്റാ? ഗവൺമെന്റ്. എവറി വൺ ആർ ഫ്രം ദ ഗവൺമെന്റ്? Okay. Water bottles are not allowed? Not allowed. Okay. Thank you. 5 liter, 10 liter, 20 liter மட்டும். மேல ஸ்நாக்ஸ் எல்லாம் பிளாஸ்டிக் கிடைக்குமா? அது கிடைக்கும். அது என்னாச்சு? வாட்டர் பாட்டில்னா மாடுகள் எல்லாம் சுத்தி பார்க்குற இடம். ഓ, അപ്പോൾ ഇങ്ങനെ ഒരു ഗവൺമെൻറ്റിൻ്റെ തന്നെ ആൾക്കാർ തന്നെയാണ് വാട്ടർ ബോട്ടിലൂടെ കളക്ട് ചെയ്യുന്നത്. അപ്പോൾ അവർ പറയുന്ന റീസൺ എന്ന് പറയുന്നത് കാറ്റൽസ് അവർക്കൊക്കെ അവരുടെ ലൈഫിന് ഭയങ്കര ത്രെട്ടാണെന്നാണ്. എന്തുകൊണ്ടാണ് ഈ 5 ലിറ്റർ ബോട്ടിൽ മാത്രം അലവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ 10 ലിറ്റേഴ്സ് അലവ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാകുന്നില്ല. മേ ബി 1 ലിറ്റർ ആണെങ്കിൽ 5 ബോട്ടിൽസ് വേണ്ടി വരും. എന്നാൽ 5 ലിറ്ററിൻ്റെ ബോട്ടിൽ സ്റ്റിൽ സെയിം പ്ലാസ്റ്റിക് തന്നെയാണല്ലോ അതിൽ അടങ്ങിയിട്ടുള്ളത്. അതെന്താണ് അതിൻ്റെ ലോജിക് എന്ന് മനസ്സിലാകുന്നില്ല. എനിക്ക് തോന്നുന്നത് ഇതൊരു ബിസിനസ് ആറ്റിറ്റ്യൂഡായിട്ടാണ്. കാര്യം ഈ ഇങ്ങനെയുള്ള കേസ് നമുക്ക് ട്രാവൽ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. വേസ്റ്റ് ഇടാൻ പാടില്ല എന്നുള്ളതാണെങ്കിൽ നമുക്കത് മനസ്സിലാക്കാം. വേസ്റ്റ് ഇടാതെ തന്നെ നമുക്ക് തിരിച്ച് കൊണ്ടുപോകാം. അത് അല്ലെങ്കിൽ വേസ്റ്റ് ഇടുന്ന ആൾക്കാരെ ഫൈൻ ചെയ്യുക. ഇതിപ്പോൾ വേസ്റ്റ് ബിൻസ് വെക്കുക, വേസ്റ്റ് കളക്ഷൻ പ്രോപ്പർ ആക്കുക. ഇതിപ്പോൾ 5 ലിറ്റർ ബോട്ടിൽസ് മാത്രമാണ് നമ്മൾ കീപ്പ് ചെയ്യുന്നതെങ്കിൽ നമുക്കത് ഇവിടെ വന്ന് സൈറ്റ് സീയിങ്ങിനൊക്കെ പോകുമ്പോൾ ഈ 5 ലിറ്റർ ബോട്ടിൽസും കൊണ്ട് പോവുക, അല്ലെങ്കിൽ അത് എത്രത്തോളം നമുക്ക് വെള്ളം എഫിഷ്യൻ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ നേരെ മറിച്ച് 1 ലിറ്റർ ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കൊണ്ടുപോകാം. പ്രോപ്പറായിട്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ടിൽ ദി എൻഡ് വാട്ടർ നമുക്ക് കുടിക്കാൻ പറ്റും. മനസ്സിലായോ? എനിക്ക് തോന്നുന്നു ഇവരുടെ ഒരു ബിസിനസ് ടെക്നിക്കാണെന്ന് തോന്നുന്നു. ഈ പറഞ്ഞ പോലെ 5 ലിറ്റർ ബോട്ടിലാണെങ്കിൽ എടുക്കാൻ മടിക്കും. പകരം നമ്മളിപ്പോൾ എവിടെ പോകുന്നോ അവിടെ നിന്ന് നമുക്ക് സ്നാക്സും വെള്ളമൊക്കെ നമ്മൾ വാങ്ങിച്ച് കുടിക്കാനായിട്ട് ശ്രമിക്കും. അപ്പോൾ അതിനെ പ്രൊമോട്ട് ചെയ്യാനാണെന്ന് തോന്നുന്നു ഇങ്ങനെ ചെയ്യുന്നത്. അതല്ലാതെ ഇതിന് വേറെ എന്തെങ്കിലും സയൻറ്റിഫിക് റീസണോ അതല്ലെങ്കിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അറിയാമെങ്കിൽ ദയവേത് ആരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യൂ ഗൈസ്. പിന്നെ നമ്മുടെ ട്രിവാൻഡ്രത്ത് സൂവിൽ ഫോളോ ചെയ്യുന്ന ഒരു പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ എത്ര ബോട്ടിൽസ് ആണോ ഉള്ളത് ആ ബോട്ടിലിന് ഒരു പെർട്ടിക്കുലർ എമൗണ്ട് അവർ കളക്ട് ചെയ്ത് നമുക്കൊരു കൂപ്പൺ തരും. സേ ഫോർ എക്സാമ്പിൾ നമുക്ക് 5 ബോട്ടിൽസ് ആണുള്ളെങ്കിൽ ഒരു 100 റുപ്പീസ് അവർ കളക്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു കൂപ്പൺ നമുക്ക് തരും. അപ്പോൾ ഇത് തന്നെ നമ്മൾ ആക്ച്വലി ബാംഗ്ലൂർ സൂവിൽ പോയപ്പോഴും സെയിം പ്രൊസീജിയർ അവർ ഫോളോ ചെയ്തായിരുന്നു ചിക്കോ. ബാംഗ്ലൂറും അതേത് സൂ ആയിരുന്നു? ഇത് തന്നെ ബാംഗ്ലൂർ ബനാർഘട്ട സൂവിലും ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതേ സെയിം പ്രോസസ്സ് ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മളൊരു 1 കേസ് ബോട്ടിലാണ് ഇവിടെ കൊണ്ടുവരുന്നതെങ്കിൽ എനിക്ക് തോന്നുന്നു അതിൽ 18 വാട്ടർ ബോട്ടിൽസ് ആണെന്ന് തോന്നുന്നു, അതോ 20. അപ്പം അതിനൊരു പെർട്ടിക്കുലർ 18 ആണല്ലേ, 12 വാട്ടർ ബോട്ടിൽസ്. അപ്പോൾ അതിനനുസരിച്ച് ഒരു എമൗണ്ട് കളക്ട് ചെയ്തിട്ട് ഒരു കൂപ്പൺ നമുക്ക് തരിക. അപ്പോൾ ഈ കൂപ്പൺ നമ്മളിവിടെ നിന്ന് തിരിച്ച് എക്സിറ്റ് ആകുമ്പോൾ ആ കൂപ്പൺ ബോട്ടിൽസിൻ്റെ നമ്പർ കാണിക്കുക. എംപ്റ്റി ബോട്ടിൽസ് ആണെങ്കിൽ അതല്ല, അല്ലെങ്കിൽ ബോട്ടിൽസിൻ്റെ സെയിം നമ്പർ കാണിച്ചിട്ട് നമുക്ക് ഈ എമൗണ്ട് തിരിച്ച് റിഡീം ചെയ്യാമല്ലോ. അതെ. അപ്പോൾ അത് നമ്മൾ ബോട്ടിലൂടെ കളയുന്നുമില്ല, കൊണ്ടുവരുന്ന വെള്ളം നമുക്ക് യൂട്ടിലൈസും ചെയ്യാം. നമ്മളങ്ങനെ വണ്ടിയിൽ വന്നപ്പോൾ ഇവിടെ ഒരു വ്യൂ പോയിന്റ് കണ്ടു. നമ്മുടെ ഒരു ഡാം നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ട്. ഇറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ. സീ ദിസ് വ്യൂ, കണ്ടോ എന്ത് രസമാണെന്ന് നോക്കി. വോ, ഒരു രക്ഷയില്ല, അടിപൊളി. ഗൈസ് നമുക്ക് ചെറുതായിട്ട് ഇവിടെ മഞ്ഞ് കിട്ടിയിട്ടുണ്ടെന്നാണ് തോന്നുന്നേ. അയ്യോ സോറി, അത് മഞ്ഞല്ല, അത് ലോറിയുടെ പുകയാണെന്ന് തോന്നുന്നു. ഒരു പ്രത്യേക തരം ലോറിയാണ്, കണ്ടില്ലേ? നമ്പർ പ്ലേറ്റ് പോലും ഇല്ല, ഉണ്ടോ? എന്നാ ഉണ്ട് കേട്ടോ, നല്ല രീതിയിൽ പുകയുണ്ട്, നമ്പർ പ്ലേറ്റ് ഇല്ല. ഇനി ഇതെന്ത് നിയമമാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇപ്പം നമ്മൾ വീണ്ടും ഇവിടെ കണ്ടോ, ഇവിടെ വാട്ടർ ബോട്ടിൽസ് വാങ്ങിക്കുന്ന കണ്ടോ, വാട്ടർ ബോട്ടിൽസ് ഇവിടെ കളക്ട് ചെയ്യണം. കൊടൈക്കനാൽ സിറ്റി എത്തി എന്നാണ് തോന്നുന്നത്.
ഇവിടെ ഒത്തിരി ഹോം സ്റ്റേസ് അവൈലബിൾ ആണ് കേട്ടോ. എനിക്ക് തോന്നുന്നു റേറ്റും അത്യാവശ്യം നല്ല ചീപ്പായിരിക്കാൻ ചാൻസ് ഉണ്ട്. ഇവിടെ ഇപ്പോൾ പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഇനി കണ്ടുപിടിക്കുകയാണെങ്കിൽ ഇവിടെ മുതൽ 1000 rupees ഫൈൻ പറഞ്ഞേക്കുന്നത്. താഴത്തെ ചെക്ക് പോസ്റ്റ് വരെ 20 rupees ആയിരുന്നു, ഇനി അത് 1000 rupees ആയിട്ട് മാറിയിരിക്കുകയാണ്. ഗൈസ്, നിങ്ങൾ ആ ഒരു സൈലോ കാണുന്നില്ലേ? ആ ഒരു ഒറ്റ സൈലോ കാരണമാണ് ഈ ഇത്രയും ബ്ലോക്ക് ഇവിടെ ഉണ്ടാവാൻ കാര്യം. പുള്ളി എല്ലാവരും നമ്മളിവിടെ ലൈനിൽ വെയിറ്റ് ചെയ്യുന്നു, പുള്ളി മാത്രം ഇടയ്ക്കൂടെ കൊണ്ട് കയറ്റി അവസാനം ഒരു വണ്ടിയും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാണ്ടായി. എല്ലാവരും ആർക്കും ഇപ്പം കണ്ടോ ബൈക്ക് വന്ന് കയറുന്നുണ്ടോ, ആർക്കും ഒരു സമാധാനമില്ല, ആരും വെയിറ്റ് ചെയ്യുന്നില്ല. ഇതാണ് കൊടൈക്കനാൽ ലേക്ക്. നമ്മളങ്ങനെ കൊടൈക്കനാൽ ലേക്ക് കണ്ടോ. ഇവിടെ ഇപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഇവിടെ ഒത്തിരി പേര് ഇങ്ങനെ സൈക്ലിംഗ് ഒക്കെ ചെയ്യാറുണ്ട് കേട്ടോ. കണ്ടോ, ഇവിടെ നമുക്ക് സൈക്കിൾസ് റെന്റിന് അവൈലബിൾ ആണ്. ഇവിടെ ഇപ്പം നല്ല ബ്ലോക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റെർലിംഗ് ലേക്ക് വ്യൂ റിസോർട്ടിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് റിസോർട്ടിൻ്റെ എൻട്രൻസ്, റിസപ്ഷൻ. ഇവിടെ ഒരു എന്താ പറയുക, ഒരു അത്യാവശ്യം ഒരു ലോൺ ഏരിയ ഉണ്ട്. ഇവിടെ ഈവനിങ് ടൈമിൽ ആൾക്കാർ അത്യാവശ്യം വന്ന് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഹലോ, ഹായ് പറഞ്ഞേ. ഹായ്. ഇപ്പോൾ ഇവിടെ ടെമ്പറേച്ചർ ഓൾമോസ്റ്റ് ഒരു എനിക്ക് തോന്നുന്നൊരു 14 degrees ആണെന്ന് തോന്നുന്നു. ഇന്ന് നൈറ്റ് ഓൾമോസ്റ്റ് 10 degrees വരെ പോകുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ റിസോർട്ടിൽ ഇൻഡോർ ഗെയിംസ്, ഔട്ട്ഡോർ ഗെയിംസ്, പിന്നെ നൈറ്റ് ജീപ്പ് റൈഡ്, ഓഫ് റോഡ് ജീപ്പ് റൈഡ്, ബേർഡ് വാച്ചിങ്, ക്രാഫ്റ്റ് ആൻഡ് ആർട്ട്, ട്രെക്കിംഗ് ടു വാട്ടർഫോൾ, സൈക്കിൾ ഒക്കെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഇവിടെ എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു ക്രിസ്മസിന് വേണ്ടിയിട്ടുള്ളൊരു സ്റ്റേജ് അവരിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ക്യാമ്പ് ഫയർ ഏരിയ ഉണ്ട്. പിന്നെ ഇവിടെ ബോ ആൻഡ് ആരോ കണ്ടോ, ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട് ഇവിടെ ഒരു ബോ ആൻഡ് ആരോ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് മേലോട്ടെല്ലാം ഈ റിസോർട്ടിൻ്റെ തന്നെ പ്ലേസാണ്. നമ്മുടെ റിസോർട്ടിൻ്റെ റിസപ്ഷനാണ്. ഇവിടെ കുറച്ച് ഡെസേർട്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഡോനറ്റ്സ് ആണ് കൂടുതലായിട്ടും. നിനക്കുട്ടി ഡോനറ്റ്സ് ഉണ്ടല്ലോ. എന്താ പറ്റി കുട്ടാപ്പോ, ഡാൻസ് ചെയ്യുന്നില്ലേ? ഡാൻസ് കളിക്കുന്നില്ലേ? ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ കുറച്ചു നേരം ഡാൻസ് ചെയ്തിട്ട് വരാം.